ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു എളുപ്പ വഴിയിലുള്ള ഒരു കാര്യം നോക്കാം. കപ്പയാണല്ലോ, മരച്ചീനി. നമുക്കെല്ലാവർക്കും ഇതിൻ്റെ തൊലി കളയാനുള്ള കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കപ്പ ശരിക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ കത്തി വെച്ച് പൊളിക്കുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞ് വരാനായിട്ട് പാടായിരിക്കും അല്ലേ? അപ്പം നമുക്കതിന് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് കണ്ട എത്ര പൊളിഞ്ഞു വരാത്ത തൊലിയാണെങ്കിലും നമുക്കിങ്ങനെ എടുക്കാം. ഞാൻ അങ്ങനെ ആദ്യം ഒരെണ്ണം തൊലി കളഞ്ഞായിരുന്നിട്ട് എനിക്ക് ഇത് കളഞ്ഞു. ഇത് കുറച്ച് ദിവസമായതുകൊണ്ട് കപ്പ ചീത്തയായി. ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഈ നല്ല ഉണങ്ങിയ കപ്പയുടെ തൊലി കളയാൻ പൊളിക്കാൻ ഭയങ്കര പാടായിരിക്കും. നല്ല ഈസി ആയിട്ട് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് വലിച്ചും കളയാം. എന്ത് ഈസിയാണ് നമുക്ക്. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ കിടന്ന് ഭയങ്കരമായിട്ട് പാടുപെടും. നല്ല ഉണങ്ങിയ കപ്പയൊക്കെ ആണെങ്കിൽ അല്ലേ? ഇനി അതിൻ്റെ തൊലിയുടെ ഇതിരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അങ്ങനെ ഒത്തിരി അങ്ങനെയായിട്ട് പിടിക്കില്ല. കപ്പയായിരിക്കും പോകുന്നത്. നല്ല വൃത്തിയായിട്ട് ഇതാക്കിയെടുക്കാൻ പറ്റും. ഈ കപ്പയൊക്കെ ഒരുപാട് വാട്ടുമൊക്കെ ചെയ്യൂലേ? എൻ്റെ നാട്ടിലേക്കൊക്കെ കപ്പ വാട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ അതൊക്കെ പച്ചക്കപ്പ ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് അതൊക്കെ എന്ത് ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചീന്തി തൊലി കളയാൻ പറ്റുമെന്നറിയാം. എളുപ്പമാണ്. മറ്റേ പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം കളയും. ഇതിനിപ്പോൾ ഇത് കപ്പയാണ് കേട്ടോ. അതിൻ്റെ തൊലി മൊത്തം പോയിട്ടുണ്ട്. ഇനിയുള്ളത് കപ്പയാണ്. കുറേ കപ്പ നമുക്ക് നഷ്ടപ്പെട്ടു. കുറച്ച് ദിവസം ആയതുകൊണ്ട് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഇത്. എല്ലാവരും കപ്പയുടെ തൊലി അങ്ങനെ കളയുക പെട്ടെന്ന്. ഓക്കേ, ഈ കപ്പ അരിഞ്ഞ് വേവിച്ചെടുക്കാം. മീനും കറി വയ്ക്കാം. ഓക്കേ.